വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ലഭിച്ച മികച്ച പരിചരണത്തോടെ ഷെഫീഖിന് സംസാരശേഷി പതിയെ തിരികെ കിട്ടിത്തുടങ്ങി. കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും വേണമെന്ന കുട്ടിയുടെ ആവശ്യം മുൻനിർത്തിയാണ് മന്ത്രി എം.കെ. മുനീർ വെല്ലൂരിലെത്തിയത്. കാറും പുത്തനുടുപ്പുകളും ചോക്ലേറ്റ് പെട്ടിയുമുള്ള വലിയ ബാഗ് മന്ത്രി ഏൽപ്പിച്ചപ്പോൾ ഷെഫീഖ് നന്ദി പറഞ്ഞു. കുട്ടിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. 6 ആഴ്ച കൂടി വിദഗ്ധ ചികിത്സ തുടർന്നാൽ ഷെഫീഖ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും ഡോക്ടർ ജോർജ് തര്യൻ അറിയിച്ചു. 6 ആഴ്ച കൊണ്ട് ഷെഫീഖ് വളരെ നല്ല പുരോഗതി കാണിക്കുന്നുണ്ട്. തലച്ചോറിനകത്ത് സാരമായിട്ടുള്ള തകരാറുണ്ടെങ്കിലും കുറേ വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാനും മറുപടി പറയാനും തന്നെത്താൻ ആഹാരം കഴിക്കാനൊക്കെ സാധിക്കുന്നു. ഇപ്പോൾ സഹായത്തോടുകൂടെ നിൽക്കുന്നു. രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ 5 വയസ്സുകാരൻ ഷെഫീഖിനെ തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റ നിലയിലും കാൽ ഒടിഞ്ഞ നിലയിലുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലക്കേറ്റ ക്ഷതത്തെ തുടർന്ന് കുട്ടിയുടെ കാഴ്ചയ്ക്കും തകരാറ് സംഭവിച്ചു. ചികിത്സ കഴിഞ്ഞ് ഷെഫീഖിനെ ഏറ്റെടുക്കാൻ ബന്ധുവായ അബ്ദുൽ ഖാദർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സാമൂഹ്യനീതി വകുപ്പ് തീരുമാനം കൈക്കൊള്ളും. അങ്ങനെ വേദനകളുടെ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ഷെഫീഖ് പതുക്കെ പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ലോകത്തേക്ക് പിച്ചവെക്കുകയാണ്. ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദീർ അജ്മൽ, ചെന്നൈ, ഇന്ത്യ വിഷൻ.